ഇതായിരിക്കുന്നു നമ്മുടെ സ്മാർട്ട് ഫോൺ. കയ്യിലൊക്കെ പിടിക്കാനുണ്ടല്ലോ. പ്രീമിയം എന്നതിൻ്റെ അവസാന വാക്കെന്ന് പറയേണ്ടിയിരിക്കുന്നു. കണ്ടില്ലേ, കിട്ടില്ല. ഐഫോണിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് സീരീസ് ആയിട്ടുള്ള ഐഫോൺ 12 ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് ഫോണായ ഐഫോൺ 12 പ്രോ മാക്സ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ഞാനിപ്പോൾ കൊല്ലത്തെ മൈജിയുടെ ഷോറൂമിൽ നിന്ന് പർച്ചേസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് ഐഫോൺ 12 പ്രോ മാക്സ് എന്ന ഫോണിൻ്റെ വിശേഷങ്ങളാണ്. ഐഫോൺ 12 സീരീസ് ഫോണുകൾക്കൊരു പ്രത്യേകതയുണ്ട്. അത് ഈ ഒരു ബോക്സ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. കണ്ടില്ലേ, വളരെ സ്ലിം ആയിട്ടുള്ള ബോക്സായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഐഫോൺ 12 ഫോണിൻ്റെ ഈ ഒരു ബോക്സ്. 12 സീരീസിലെ ഐഫോൺ ഫോണുകളോടൊപ്പം ഇതിൻ്റെ ചാർജർ വരുന്നില്ല എന്നുള്ളതാണ് ഈ ബോക്സ് ഇത്രയും ചെറുതാകാനുള്ള കാരണം. എനിവേ, നമുക്ക് ഐഫോൺ 12 പ്രോ മാക്സ് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഈ കാണുന്ന പ്ലാസ്റ്റിക് ഇതുപോലെ നമുക്ക് പീൽ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതായിരിക്കുന്നു ഐഫോൺ 12 പ്രോ മാക്സിൻ്റെ ബോക്സ് ഓപ്പൺ ചെയ്യുകയാണ്. ഇതായിരിക്കുന്നു നമ്മുടെ സ്മാർട്ട് ഫോൺ. കയ്യിലൊക്കെ പിടിക്കാനുണ്ടല്ലോ. പ്രീമിയം എന്നതിൻ്റെ അവസാന വാക്കെന്ന് പറയേണ്ടിയിരിക്കുന്നു. കണ്ടല്ലേ, കിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ പുറത്ത് ഇതുപോലൊരു പേപ്പർ സ്ട്രിപ്പ് ഉണ്ട്. അതിങ്ങനെ നമുക്ക് ഊരിമാറ്റാം. അപ്പോൾ നമുക്ക് ഫോണിലേക്ക് തിരിച്ചു വരാം. ഫോൺ കൂടാതെ ബോക്സിനകത്ത് വേറെ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഒരു ചെറിയ പേപ്പർ കവർ, അതിനകത്ത് ഇതുപോലെ ഡിസൈൻ ബൈ ആപ്പിൾ ഇൻ കാലിഫോർണിയ എന്ന് എഴുതിയിട്ടുണ്ട്. അതിനകത്ത് ഇതുപോലെ സിം ഇജക്ടർ പിൻ, വാറൻറ്റി കാർഡ്, മറ്റ് പേപ്പർ വർക്ക്സ്, ആപ്പിളിൻ്റെ ലോഗോ. ഇത് ചാർജിങ് കേബിൾ. ഇവിടെ USB-C to ലൈറ്റ്നിങ് കേബിളാണ് ചാർജിങ്ങിനായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ബോക്സിനകത്ത് ഇത്രയും കാര്യങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഈ ബോക്സ് ഇത്രയും ചെറുതായത്. ഇനി നമുക്ക് ഫോണൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഫോൺ ഓൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കിതുപോലെ ഒരു ആപ്പിൾ ലോഗോ കാണാൻ സാധിക്കും. ഫോണിൻ്റെ വലതുവശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇതുപോലെ പവർ ബട്ടൺ നമുക്ക് കാണാം. താഴെ ചാർജിങ്ങിനായിട്ടുള്ള ലൈറ്റ്നിങ് പോർട്ട്, സ്പീക്കർ ഗ്രില്ലുകൾ, അതുപോലെ മൈക്രോഫോൺ. ഇടത് സൈഡിലായിട്ട് ഇതുപോലെ സിം ട്രേയും വോളിയം റോക്കേഴ്സും കാണാം. തൊട്ടടുത്തായിട്ട് ഫോൺ മ്യൂട്ട് ചെയ്യുന്നതിനും മറ്റുമുള്ള സ്ലൈഡർ ബട്ടണും കാണാം. മുകളിൽ കാര്യമായിട്ടൊന്നും തന്നെയില്ല. ഫോണിൻ്റെ ബാക്ക് സൈഡിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇത്തരത്തിൽ 3 ക്യാമറകൾ നമുക്ക് കാണാൻ സാധിക്കും. കൂടാതെ ഇവിടെ ഒരു ലിഡാർ സെൻസർ, ലിഡാർ എന്നും ലൈഡാർ എന്നും പറയും, ഒരു ലിഡാർ സെൻസറുണ്ട്. ഇത് ഐഫോൺ 12 പ്രോ മാക്സ് ഫോണുകളുടെ ഒരു പ്രത്യേകതയാണ്. ഇവിടെ ആയിട്ടൊരു LED ഫ്ലാഷ് ലൈറ്റ് കാണാം. നടുക്കായിട്ട് നമുക്ക് ആപ്പിളിൻ്റെ ലോഗോ കാണാവുന്നതാണ്. ഇതൊരു ഗ്ലാസ് ബോഡിയാണ്. കൂടാതെ ഒരു മാറ്റ് ഫിനിഷ് നൽകിയിരിക്കുന്നത് കൊണ്ട് തന്നെയും ബാക്ക് സൈഡിൽ ഫിംഗർ പ്രിൻറ്റ് പതിയുമെന്ന് പേടിക്കുകയേ വേണ്ട. ഇനി ഈ ഒരു ഫോണിൻ്റെ സൈഡിലുള്ള ഈ ഒരു ഫ്രെയിമുകൾ എന്ന് പറയുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയും അത്രയും ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു ഡ്യൂറബിലിറ്റി ഈ ഒരു ഫോണിന് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഇതിൻ്റെ സിം ട്രേയിൽ അറ്റ് എ ടൈം നമുക്ക് ഒരു സിം കാർഡ്, അതായത് നാനോ സിം കാർഡാണ് ഉപയോഗിക്കാൻ സാധിക്കുക. കൂടാതെ നമുക്കൊരു സിമ്മും ഈ ഒരു ഫോണിനകത്ത് ഉപയോഗിക്കാനാകും. ഈ ഒരു ഫോണിൻ്റെ ഒരു ഇൻ ഹാൻഡ് ഫീൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലൊക്കെ നല്ല ഒതുങ്ങുന്ന സൈസ് തന്നെയാണ്. ഐഫോൺ 12 സീരീസിലെ ഏറ്റവും ഉയർന്ന സൈസ് ഐഫോൺ 12 പ്രോ മാക്സിനാണുള്ളത്. അതുപോലെ ഈ ഒരു ഫോൺ 12 സീരീസിലേക്ക് വന്നപ്പോൾ ഒരു ബോക്സി ഡിസൈൻ ആണെന്ന് പറയേണ്ടി വരും. അതായത് നമുക്ക് ഈ ഒരു ഫോൺ ടേബിളിൻ്റെയൊക്കെ മുകളിൽ ഇത്തരത്തിൽ നമുക്ക് വേണമെങ്കിൽ പ്ലേസ് ചെയ്യാൻ സാധിക്കും. ഐഫോൺ 4 സമാനമായിട്ടുള്ള ഒരു ഡിസൈനാണ് ഇവിടെ ഐഫോൺ 12 വന്നപ്പോൾ ആപ്പിൾ ഈ ഒരു ഫോണിന് നൽകിയിരിക്കുന്നത്. 226 ഗ്രാം ഭാരമുള്ള ഐഫോൺ 12 പ്രോ മാക്സ്. ഇതിൻ്റെ ഡിസ്പ്ലേയെക്കുറിച്ച് പറഞ്ഞാൽ 6.7 ഇഞ്ചിൻ്റെ സൂപ്പർ റെറ്റിന OLED ഡിസ്പ്ലേ ആണ് ഐഫോൺ 12 പ്രോ മാക്സിന് നൽകിയിരിക്കുന്നത്. കൂടാതെ 458 ppi ആണ് ഇതിൻ്റെ പിക്സൽ പെർ ഇഞ്ച്. അതുപോലെ HDR10 സപ്പോർട്ടും ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. ഈ ഒരു ഫോണിൻ്റെ മാക്സിമം ബ്രൈറ്റ്നസ് 1200 നിറ്റ്സ് ആണ്. ഡിസ്പ്ലേ പ്രൊട്ടക്ഷനെക്കുറിച്ച് പറഞ്ഞാൽ സിറാമിക് ഷീൽഡാണ് ഇതിൻ്റെ ഡിസ്പ്ലേക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയും മുൻ ഐഫോൺ സീരീസുകളേക്കാൾ 4 ഇരട്ടി ഇതിൻ്റെ ഡിസ്പ്ലേ സ്ട്രോങ് ആയിരിക്കുമെന്ന് പറയാൻ സാധിക്കും. നമ്മുടെ കയ്യിൽ നിന്നും താഴെ വീണാലൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും ഇതിൻ്റെ ഡിസ്പ്ലേ പൊട്ടുമെന്ന് പേടിക്കേ വേണ്ട. പക്ഷേ നിരവധി ഫോറങ്ങളിലും മറ്റും ഐഫോൺ 12 സീരീസിലെ ഫോണുകൾ ഉപയോഗിക്കുന്നവർ പറയുന്നൊരു പരാതിയുണ്ട്. ഇതിനകത്ത് സിറാമിക് ഷീൽഡൊക്കെ നൽകിയിട്ടുണ്ടെങ്കിലും ചെറിയ രീതിയിലുള്ള പോറലുകൾ ഇപ്പോൾ തന്നെ ഡിസ്പ്ലേയിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയും എപ്പോഴും ഈ ഒരു ഫോണിനോടൊപ്പം സ്ക്രീൻ ഗാർഡ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഐഫോൺ 12 സീരീസിലെ ഫോണുകളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് 5G എനേബിൾഡ് ആണ്. മാത്രമല്ല IP68 വാട്ടർ റെസിസ്റ്റൻസും ഈ ഒരു ഫോണിന് നൽകിയിട്ടുണ്ട്. iOS 14 പ്രവർത്തിക്കുന്ന ഐഫോൺ 12 സീരീസിലെ ഫോണുകളിൽ നൽകിയിരിക്കുന്ന ചിപ്സെറ്റ് എന്ന് പറയുന്നത് A14 ബയോണിക് ചിപ്സെറ്റാണ്. ഇവിടെ ഐഫോൺ 12 പ്രോ മാക്സിൽ ഉപയോഗിച്ചിരിക്കുന്ന റാം എന്ന് പറയുന്നത് 6 GB റാമാണ്.
എനിക്ക് തോന്നുന്നു ഒരു ഐഫോണിൽ ആദ്യമായിട്ടായിരിക്കും ഇത്തരത്തിൽ 6 GB റാം വരുന്നതെന്ന് തോന്നുന്നു. ഐഫോൺ 12 Pro Maxൽ ബാക്ക് സൈഡിലായിട്ട് മൊത്തത്തിൽ 3 ക്യാമറകളാണ് ഇത്തരത്തിൽ നൽകിയിരിക്കുന്നത്. 12 മെഗാ പിക്സലിൻ്റെ ഒരു വൈഡ് ആംഗിൾ സെൻസർ, ഇതാണ് പ്രൈമറി ക്യാമറ. കൂടാതെ 12 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ക്യാമറ, മൂന്നാമതായി 12 മെഗാ പിക്സലിൻ്റെ തന്നെ ഒരു ടെലിഫോട്ടോ ലെൻസ്. ഐഫോൺ 12 Pro Maxൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ ഒരു മെയിൻ എന്ന് പറയുന്നത് ലോ ലൈറ്റിലെ വീഡിയോഗ്രാഫി ആൻഡ് ഫോട്ടോഗ്രാഫിയാണ്. കാരണം ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന സെൻസർ സാധാരണ ഐഫോൺ 12 Proയേക്കാളും കുറച്ച് വലിയ സെൻസറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയും കൂടുതൽ ലൈറ്റ് ഇതിനകത്തേക്ക് കടത്തി വിടുകയും ലോ ലൈറ്റിൽ മികച്ച വീഡിയോകളും മികച്ച ഫോട്ടോകളും എടുക്കാൻ ഐഫോൺ 12 Pro Maxന് സാധിക്കും. 2.5x വരെ സൂം ചെയ്ത് നമുക്ക് വീഡിയോയും ഫോട്ടോകളും എടുക്കാൻ ഐഫോൺ 12 Pro Maxൽ കഴിയും. മാത്രമല്ല ഡോൾബി HDR വിഷനിൽ വരെ നമുക്ക് ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യാമെന്നുള്ളതാണ് ഈ ഒരു ഫോണിൻ്റെ മറ്റൊരു ഹൈലൈറ്റ്. വീഡിയോകൾ ഷൂട്ട് ചെയ്യുമ്പോൾ മികച്ച സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് സെൻസർ ഷിഫ്റ്റ് എന്ന് പറയുന്ന ഫീച്ചറും ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. അതുകൊണ്ടുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നടന്ന് ഒക്കെ വീഡിയോകൾ ഷൂട്ട് ചെയ്താൽ പോലും ഇതിനകത്തുള്ള സെൻസർ ഓട്ടോമാറ്റിക്കായിട്ട് മൂവ് ചെയ്തുകൊണ്ട് അത്തരം കുലുക്കങ്ങളെ ഇല്ലായ്മ ചെയ്ത് മികച്ച സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള വീഡിയോകൾ ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഷൂട്ട് ചെയ്യാനാകും. മികച്ച സെൽഫി ചിത്രങ്ങളും സെൽഫി വീഡിയോകളും എടുക്കുന്നതിന് വേണ്ടി 12 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയാണ് ഈ ഒരു ഫോണിനകത്തും നൽകിയിരിക്കുന്നത്. ഈ ഒരു ഫോൺ ചാർജ് ചെയ്യുന്നതിന് വേണ്ടി 20 വാട്ടിൻ്റെ ചാർജർ ഉപയോഗിച്ചാൽ വെറും 30 മിനിറ്റ് കൊണ്ട് 50% ഈ ഫോൺ ചാർജിൽ എത്തിക്കാമെന്ന് ആപ്പിൾ അവകാശപ്പെടുന്നുണ്ട്. ഓർക്കുക, ഫോണിൻ്റെ ബോക്സിനോടൊപ്പം ചാർജർ നൽകിയിട്ടില്ല. അത് നമ്മൾ സെപ്പറേറ്റ് വാങ്ങേണ്ടതാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ടൈപ്പ് സി കേബിൾ കണക്ട് ചെയ്യാൻ സാധിക്കുന്ന ചാർജർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ ചാർജർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ഫോൺ ചാർജ് ചെയ്യാനുമാകും. 4 വ്യത്യസ്ത നിറങ്ങളിലാണ് ഐഫോൺ 12 Pro Max നമുക്ക് ലഭിക്കുന്നത്. സിൽവർ, ഗോൾഡ്, പസഫിക് ബ്ലൂ, കൂടാതെ ഗ്രാഫൈറ്റ് എന്ന കളർ വിഭാഗം. അതിൽ നമ്മളിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് ഗ്രാഫൈറ്റ് എന്ന കളർ വിഭാഗത്തിൽപ്പെടുന്ന സ്മാർട്ട് ഫോണാണ്. ഇതിൻ്റെ പ്രത്യേകത, ഇതൊരു ബ്ലാക്ക് ടോൺ നൽകുന്ന സ്മാർട്ട് ഫോണാണ്. എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ട കളർ എന്ന് പറയുന്നത് ഈ ഗ്രാഫൈറ്റ് കളർ തന്നെയാണ്. ഈ ഒരു ഫോൺ പ്രധാനമായിട്ടും 3 വേരിയൻറ്റുകളിലാണ് ലഭ്യമാവുക. ലോവർ വേരിയൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 128 GB ഇൻറ്റേർണൽ മെമ്മറിയാണ്. പിന്നീട് 256 GB ഇൻറ്റേർണൽ മെമ്മറി വേരിയൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ 512 GB വേരിയൻറ്റുമുണ്ട്. ഇതിനകത്ത് 128 GBയുടെ പ്രൈസിങ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് 1,29,900 രൂപയ്ക്കാണ്. അതായത് 1,30,000 രൂപയ്ക്ക് 100 രൂപയുടെ കുറവ്. അപ്പോൾ പ്രൈസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ആപ്പിൾ ഫോണിന് ഒരല്പം കൂടുതലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് ഐഫോൺ 12ൻ്റെ കാര്യത്തിലും ഒരു മാറ്റവും വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഇത്രയും വില കൂടിയ ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങാൻ സെലക്ട് ചെയ്തത് മൈജിയാണ്. അതിൻ്റെ കാരണം ഓൺലൈനിലൊക്കെ ഇത്രയും പൈസ കൊടുത്ത് വാങ്ങുന്നതിൻ്റെ ഒരു പ്രശ്നം മാത്രമല്ല, നമുക്ക് ഇത്രയും പൈസ കൊടുത്ത് വാങ്ങുന്ന ഒരു ഫോൺ അപ്പോൾ തന്നെ നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നു. ആ ഒരു സന്തോഷം വേറെയാണ്. ഓൺലൈനിലൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ ദിവസം കഴിഞ്ഞാൽ കയ്യിലേക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നവർക്ക് എന്തെങ്കിലും സ്മാർട്ട് ഫോണുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗാഡ്ജറ്റുകളോ ഒക്കെ വാങ്ങാനായിട്ട് മൈജിയിലേക്ക് വന്നാൽ എന്തൊക്കെ ഓഫറാണ് മൈജി ഇപ്പോൾ നൽകുന്നത്? ഇത് പറയാനായിട്ട് നമ്മളോടൊപ്പം കൊല്ലം മൈജിയുടെ സ്റ്റോർ മാനേജർ സനോജ് ചേരുകയാണ്. നമുക്ക് ഇപ്പോൾ ദീപാവലി ഓഫർ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 3 ദിവസമായിട്ട് ദീപാവലി ഓഫേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് മൊബൈൽ ഫോണ്, ടാബ്ലറ്റ്, സ്മാർട്ട് TV, ലാപ്ടോപ്പ്, അതുപോലെ തന്നെ AC, ഇത്രയും സെക്ഷനുകളിൽ നല്ല മികച്ച ഓഫേഴ്സാണ്. എല്ലാത്തിനും ആക്സസറീസ് അതുപോലെ തന്നെ ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെ, നമ്മൾ ഇപ്പോൾ ഈ മന്ത് മുഴുവനായും എല്ലാ ദിവസവും ഓഫേഴ്സ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. മൈജിക്ക് ഇങ്ങനെ ഒരു ഫെസ്റ്റിവൽ ഓഫർ അല്ല, എല്ലാ ദിവസവും? അതെ. ഒരു മാസത്തിൽ നമുക്ക് ഒരാഴ്ചയെങ്കിലും മിനിമം ഏറ്റവും മികച്ച ഓഫേഴ്സ് ഉണ്ടാവും. ഓഫേഴ്സ് ഇല്ലാത്ത മാസങ്ങൾ ഇല്ല. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇപ്പോൾ ഈ കണ്ട ഐഫോണോ അല്ലെങ്കിൽ ഏത് ഫോണോ അല്ലെങ്കിൽ എന്ത് ഗാഡ്ജറ്റ് ആയാലും, എന്ത് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ മൈജിയെ സമീപിക്കാം. എന്നിട്ട് എൻ്റെ പേര് പറഞ്ഞവർക്ക് അല്ലേ തീർച്ചയായിട്ടും ഡിസ്കൗണ്ട്സ് കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും കിട്ടും. താങ്ക് യു വെരി മച്ച്. പ്രോട്ടോകോൾ അനുസരിച്ച് വീണ്ടും ഷേക്കാൻ വരുന്നില്ല. താങ്ക്സ് ഫോർ യുവർ സപ്പോർട്ട്. താങ്ക് യു. ഇതുപോലെ ടെക്നോളജി രംഗത്തെ ഏറ്റവും പുതിയ വാർത്തകളും ഏറ്റവും പുതിയ വിശേഷങ്ങളും ഏറ്റവും ആദ്യം നിങ്ങളുടെ മൊബൈലിലെ യൂട്യൂബിൽ ഒരു നോട്ടിഫിക്കേഷൻ എത്താൻ നിങ്ങൾ ഇനിയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോയുടെ താഴെ സബ്സ്ക്രൈബ് എന്ന് പറയുന്നൊരു ബട്ടൺ കാണാം. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ മനോഹരമായ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാവുന്ന പ്രതീക്ഷയോടെ സ്റ്റേ സേഫ്. ബൈ.